കേരളം ഉദ്വേഗത്തോടെ കാത്തിരിക്കുന്ന റിസൾട്ട് അറിയാൻ ഇനി രണ്ട് ദിവസം കൂടിയുള്ളൂ. ഇന്നും കൂടി ചേർത്താൽ 3 ദിവസം. വോട്ടുംകെട്ടലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാലാ മണ്ഡലത്തെക്കുറിച്ചാണ്. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഡ്രാമ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന്. നമുക്ക് തീരെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പ്രവചനങ്ങൾക്കും സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ എല്ലാ പ്രവചനങ്ങളെയും ഒരുപക്ഷെ അപ്രസക്തമാക്കാവുന്ന തരത്തിലുള്ള റിസൾട്ടൊക്കെ വന്നേക്കാവുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലാ. വോട്ടുംകെട്ടലും പാലാ ചർച്ച ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ സീനിയർ ന്യൂസ് എഡിറ്റർ ER രാഗേഷ്, അതേപോലെ പ്രിൻസിപ്പൽ കറസ്പോണ്ടൻറ്റ് ആൽവിൻ തോമസ്, രണ്ടുപേരും ചേർന്നിട്ടുണ്ട്. എന്തായിരിക്കും പാല, എങ്ങനെയായിരിക്കും? പറയുമ്പോൾ തന്നെ രാഗേഷിന് ചിരിയുണ്ട്. പാല എനിക്ക് തോന്നുന്നു NDA പിടിക്കുന്ന വോട്ടുകൾ, പ്രത്യേകിച്ച് ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകളായിരിക്കും പാലയുടെ ജനവിധിയിൽ നിർണായകമാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പരമ്പരാഗതമായി BJPക്ക് അവിടെ വോട്ടുണ്ട്. അതായത് ഒരു 2016 ശേഷമുള്ള പാലയിലെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ BJPക്ക് വോട്ടുണ്ട്. KM മാണി ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് 2016 തെരഞ്ഞെടുപ്പാണ്. അന്ന് N ഹരി അവിടെ നേടിയത് 24,000, ഏതാണ്ട് 25,000 അടുത്ത് വോട്ടായിരുന്നു. അതിനുശേഷം കേരള കോൺഗ്രസ് തോൽക്കുന്ന തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പിൽ അത് 18,000 കുറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ഏതാണ്ട് 11,000 താഴെ വന്ന് നിൽക്കുകയാണ്. മാണി സി കാപ്പൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 15,000 വോട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷോൺ ജോർജ് ഇത്തവണ അവിടെ മത്സരം വരുമ്പോൾ മത്സരം കടുക്കുന്നു. ഒരു ത്രികോണ സ്വഭാവം ആ മണ്ഡലത്തിൽ മത്സരത്തിന് കൈവന്നിട്ടുണ്ട്. അപ്പോൾ ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ അതുകൊണ്ടാണ് നിർണായകമാവുന്നത്. ഒരുപക്ഷെ അത് മാണി സി കാപ്പന് കഴിഞ്ഞ തവണ പോയ വോട്ടുകളായിരിക്കാം ഷോൺ ജോർജ് കൂടുതലായി പിടിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രവുമല്ല, നേരത്തെ ഈ കിഴക്കൻ മേഖലയിലെ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന, മൂന്നിലവുകൾ ഉൾപ്പെടുന്ന മേഖലകളുടെ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയായി ഷോൺ ജോർജ് പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവിടെ PC ജോർജ് മാണി സി കാപ്പനായി വോട്ട് ചോദിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ തീർച്ചയായും ആ മേഖലകളിൽ കൂടുതൽ വോട്ടുകൾ ഷോൺ ജോർജ് പിടിക്കുകയാണെങ്കിൽ NDAയുടെ വോട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. ആ മേഖലയിൽ മാത്രമല്ല, മൊത്തത്തിൽ NDAക്ക് വോട്ട് വർദ്ധിക്കാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടായിരിക്കും നിർണായകമാവുക. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ തവണ ജോസ് കെ മാണി LDFൽ വന്നെങ്കിൽ പോലും അണികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അവർ വർഷങ്ങളോളം പണിയെടുത്ത് ജയിപ്പിച്ചതാണ് മാണി സി കാപ്പനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായി CPM വോട്ടുകൾ മാണി സി കാപ്പനിലേക്ക് വലിയ തോതിൽ കഴിഞ്ഞ തവണ പോയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത്തവണ അതുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. CPM വോട്ടുകൾ ജോസ് കെ മാണിയിലേക്ക് തന്നെ വരും. കാരണം മാത്രമല്ല, കഴിഞ്ഞ തവണ മാണി സി കാപ്പൻ നടത്തിയ പ്രചാരണം ഓർക്കുക. CPMനെതിരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് മുൻപ് വരെ പിണറായി വിജയൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. MLA ആയതിനു ശേഷം ആ രീതിയിലാണ് അദ്ദേഹം പോയിരുന്നത്. പക്ഷേ ആ സാഹചര്യം മാറി. അപ്പോൾ തീർച്ചയായും അവിടെ ജോസ് കെ മാണിക്ക് സാധ്യതയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ജോസ് കെ മാണി ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. വോട്ടിംഗ് ശതമാനമൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ വോട്ട് കുറയാണ് അവിടെ ചെയ്തത്. പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ 76% മുകളിലുണ്ടായിരുന്നു. തവണ അത് 75 താഴെ നിൽക്കുക, 75 അടുത്ത് നിൽക്കുക, 1% കുറവുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പോലും ജോസ് കെ മാണിക്ക് സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അവിടെ വലിയ സാധ്യത ജോസ് കെ മാണിക്ക് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവിടെ ഏതായാലും BJPയുടെ പ്രകടനം തന്നെയായിരിക്കും ജയപരാജയങ്ങൾ തീർച്ചയായും നിർണ്ണയിക്കുക. നീ പിന്നെ പാലാ ടു പാലായിൽ തുടങ്ങി പാലായിൽ തീരുന്ന പാർട്ടി എന്നൊക്കെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കുറിച്ച് പറയാറുണ്ടെങ്കിലും, ഈ പാല ഇല്ലെങ്കിൽ, അത് പറയുന്നത് തന്നെ അത് പാലയാണ് അവരുടെ തലസ്ഥാനം. പാല ഇല്ലെങ്കിൽ ജോസ് കെ മാണിക്ക് ഒരു അസ്തിത്വമില്ല, ആ പാർട്ടിക്ക് ഒരു അസ്തിത്വമില്ല. പാല നഗരസഭ പോയി, ബിനു പുളിക്കക്കണ്ടം പരീക്ഷണം, അതിനുശേഷം അതിനു മുമ്പേ പാല നിയമസഭാ മണ്ഡലം പോയി. പാല കിട്ടിയില്ലെങ്കിൽ എന്തായാലും ആ പാർട്ടിയുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നോ അല്ലെങ്കിൽ ശക്തി ദുർഗമെന്നോ പറയുന്ന വത്തിക്കാൻ. രണ്ടാമത്തെ കാര്യം, BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരീക്ഷണങ്ങൾ. അതായത് തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ, സുരേഷ് ഗോപി ജയിച്ചപ്പോഴാണ് ഈ ഒരു ഔട്ട്റീച്ച് പരീക്ഷണത്തിൻ്റെ വിശാലതയും സാധ്യതയും BJP മനസ്സിലാക്കുന്നത്. അതിനുശേഷം പക്ഷേ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ BJPക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതിന് 2-3 കാര്യങ്ങളുണ്ട്. FCRAയുടെ അവസാനത്തെ കാര്യമാണ് FCRA. അതിനു മുമ്പ് മറ്റ് ഇതര നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെ നടക്കുന്ന ആക്രമണത്തിൽ കാര്യക്ഷമമായിട്ട് BJP ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഇലക്ഷൻ്റെ തൊട്ട് മുമ്പും അതിനുശേഷവും പാലാ ബിഷപ്പിനെയും ഒക്കെ
അടക്കം എതിരെ വിളിച്ചു പറഞ്ഞിട്ടുള്ള അല്ലെ, ഭരണങ്ങാനം ബിഷപ്പിനെതിരെ ആദ്യവും പിന്നെ പാലാ ബിഷപ്പിനെതിരെയും പിന്നെ PC ജോർജും മകനും നടത്തിയ പരാമർശങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ അതിനകത്തുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന ഓർഗനൈസറിൽ വന്നിട്ടുള്ള ക്രിസ്ത്യൻ സ്വത്തിനെ കുറിച്ചിട്ടുള്ള ലേഖനം, അത് പിന്നീട് പിൻവലിച്ചെങ്കിൽ ഓർഗനൈസറിൻ്റെ വെബ് പതിപ്പിൽ വന്നത്. അങ്ങനെ ഈ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അവിടെ കാര്യമായിട്ട് BJPയുടെ പരീക്ഷണം ഇത്തവണ വർക്കാവുമോ എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ജോസ് കെ മാണിയുടെ അഭിമാന പ്രശ്നമായിട്ടുള്ള പാല തിരിച്ചു പിടിക്കാൻ ഇത്തവണ അദ്ദേഹത്തിനും പാർട്ടിക്കും കഴിയുമോ എന്നുള്ളത്. ചങ്ങനാശ്ശേരിക്കാരൻ കൂടിയാണ്, തൊട്ടപ്പുറത്തെ മണ്ഡലമാണ്. എന്താ തോന്നുന്നു? പാലായിൽ UDFും മാണി സി കാപ്പനും വലിയ ആത്മവിശ്വാസത്തില്ല. കാര്യം അവർ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ തവണ ഏതാണ്ട് 15,378 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിനുണ്ടായത്. ഇത്തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഒരു 60,000 വോട്ട് UDFിന് ലഭിക്കുകയാണെങ്കിൽ അതൊരു 6,000 വോട്ട് വരെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടാകും. അതിന് മുകളിലോട്ടും പോകാൻ സാധ്യതയുണ്ട്. 6,000-ൽ താഴെ ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നുള്ളതാണ് മാണി സി കാപ്പൻ്റെ ഉറച്ച വിശ്വാസം. അദ്ദേഹം പല തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാവുന്നതുപോലെ പല തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൻ്റെ തന്നെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേരത്തെ ഒരു എത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി അന്ന് പറഞ്ഞു. ആദ്യ തവണ വന്നപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. LDF നിന്നപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് അന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, നമ്മളോട് തന്നെ പറഞ്ഞിരുന്നു ഇത്ര വോട്ടിന് അവിടെ, അന്നും നമ്മളത് ശ്രദ്ധിച്ചില്ല, പക്ഷേ വളരെ കൃത്യമായി അതും സംഭവിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു മൂന്നാം പ്രവചനം കൂടിയാണ് ഇതെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അദ്ദേഹം പറയുന്നത് 6,000-ൽ താഴെ അദ്ദേഹത്തിന് വോട്ട് കുറയില്ല ഭൂരിപക്ഷം, 6,000-ന് മുകളിൽ എത്ര വേണമെങ്കിലും പോകാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പറയുന്നത്. അതിന് കാരണം ഈ പറയുന്നത് പോലെ തന്നെ പാലായിലെ ഇത്രയും പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായി പാലാ നഗരസഭയുടെ ഭരണം പോലും ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് പോകുന്നു. അല്ല, അത് വേറൊരു സാഹചര്യം അല്ല, പോകുന്നു. നഗരസഭ, അതായത് കെ മാണിയുടെ വീടിരിക്കുന്നതിന് തൊട്ടടുത്തുള്ള പാലായിൽ നഗരസഭ എന്ന് പറയുന്നത്, ആ നഗരസഭ കൈവിട്ട് പോകുന്നു ആദ്യമായി. അത് സ്വാഭാവികമായിട്ടും ഗുണം ചെയ്യും എന്നുള്ളത് UDF ഉറച്ചു വിശ്വസിക്കുന്നു. നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്, അവിടുത്തെ നാടകീയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെയർപേഴ്സൺ വരുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള സംഭവവികാസങ്ങളൊക്കെ നടന്ന ഒരു പാലാ നഗരസഭ. കൂടാതെ പഞ്ചായത്തുകൾ വരികയാണെങ്കിൽ UDFിൻ്റെയിൽ ഭൂരിഭാഗം പഞ്ചായത്തുകളും ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കടനാട്, കൊഴുവനാൽ, മീനച്ചിൽ, മേലുകാവ്, രാമപുരം, തലപ്പലം, എലിക്കുളം, ഇത്തരം പഞ്ചായത്തുകൾ UDFിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളത് മറ്റൊരു ആത്മവിശ്വാസത്തിന് അദ്ദേഹത്തിന് ഇട നൽകുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യമായി BJP അവിടെ ഒരു പരീക്ഷണം നടത്തുകയാണ് വേറെ തരത്തിൽ. ഷോൺ ജോർജ് അവിടെ വരുന്നു. ഷോൺ ജോർജിന് അവിടെ ഒരു തരത്തിലുള്ള അനക്കമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഷോൺ ജോർജിൻ്റെ ചില പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ എടുക്കാനും വായിച്ചെടുക്കാനും കഴിയുന്നത്. അവർ പ്രതീക്ഷിച്ച വോട്ട് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചില അങ്കലാപ്പിലായിരുന്നു. അവർ പിന്നീട് പറഞ്ഞ എന്തൊക്കെയാണ്, ദീപിക പത്രത്തിനെതിരെ പോലും വലിയ തോതിൽ ആഞ്ഞടിച്ചുകൊണ്ട് വളരെ മോശമായി ബിഷപ്പിനെ സംബന്ധിച്ചൊക്കെ പറയുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം വന്നെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ FCRA ചർച്ച വരുന്നത്. FCRA ചർച്ച വലിയ തോതിൽ പാലാ മണ്ഡലത്തെ ബാധിക്കും. സ്വാഭാവികമായും ആ FCRA ചർച്ചയിൽ ആദ്യ പ്രതികരണം നടത്തുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്നു. രണ്ടാമത്തെ പ്രതികരണം പാലാ രൂപതയുടെ ബിഷപ്പായിരുന്നു. അദ്ദേഹമാണ് ഇത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കുമെന്ന നിലയിൽ അന്ന് അവിടെ ബിഷപ്പ് അതിന് മുമ്പ് പറഞ്ഞു. ചങ്ങനാശ്ശേരി ആദ്യം പറയുന്നു, പിന്നീട് പാലായിലെ ബിഷപ്പാണ് പിന്നീട് പറയുന്നത്. അതിനുശേഷം എനിക്ക് അതേ സമയത്ത് തന്നെയാണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ്. അപ്പം അങ്ങനെ ആ FCRA വിഷയം അവിടെ വലിയ തോതിൽ പെട്ടെന്നൊരു ഇടുത്തി പോലെ BJPക്ക് മുകളിലേക്ക് വന്നു. അത് ഒരു കാരണവശാലും BJPക്ക് അതിൽ നിന്നൊരു ഒരു മോചനം ആ ദിവസങ്ങളിൽ ലഭിച്ചിട്ടില്ല. അവർക്ക് ആ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. രാകേഷ്, ഇപ്പോൾ നോട് പറഞ്ഞതിൻ്റെ ഏതാണ്ട് വിരുദ്ധമായിട്ടൊരു കാര്യമാണല്ലോ ഇപ്പോൾ ആൽവിൻ പറഞ്ഞു വരുന്നത്. അതായത് ഒന്ന്, FCRA അടക്കമുള്ള കാര്യങ്ങൾ അവിടെ വർക്കാവുന്നു, ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പിന്നെ എന്താ, ജോസ് കെ മാണി ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. വീണ്ടും അവിടെ മാണി സി കാപ്പൻ മാജിക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ വാർഡിൽ പോലും പിന്നിൽ പോയി കേട്ടോ. അതെ, അവിടെ തൊട്ട് തുടങ്ങാം. അല്ല, ഒരൊറ്റ കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ പ്രശസ്തമായിട്ടുള്ള 1-2 ബൈറ്റുകൾ ഈ ഇലക്ഷൻ റണ്ണിൻ്റെ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്. കാര്യമായ വികസനമൊന്നും കഴിഞ്ഞ് 6 വർഷമായിട്ട് ഇവിടെ നടന്നില്ലല്ലോ. ഒന്ന് LDF മാണി സാർ മരിച്ചതിന് ശേഷമുള്ള 1 വർഷവും പിന്നത്തെ 5 വർഷം എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ വികസനം നടക്കാത്ത, അപ്പുറത്തും വികസനം ഇല്ല എന്നാണ് ഈ മാണി സാർ പറഞ്ഞത്. അതായത് സ്വന്തമായിട്ട് അദ്ദേഹം സമ്മതിക്കുകയാണ്, ഞങ്ങളുടെ മണ്ഡലത്തിൽ അദ്ദേഹത്തെ അതിനോടൊപ്പം പറയുന്നുണ്ട് വേണ്ട രീതിയിൽ ഫണ്ട് ലഭിച്ചില്ല. ഈ ഫണ്ട് ലഭിക്കാതിരിക്കാൻ കാരണക്കാരനായിട്ടുള്ളത് ജോസ് കെ മാണിയാണ് എന്നതടക്കം ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ തുറന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും കഴിഞ്ഞ 5 വർഷക്കാലം 6 വർഷക്കാലം ചെയ്യാൻ പറ്റിയിട്ടില്ല, ഭരണപക്ഷത്തുണ്ടായിരുന്ന 1 വർഷം മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത് എന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരു MLA ഈ പറയുന്ന
വികസനവും രാഷ്ട്രീയവും രണ്ടും ആയിരുന്നല്ലോ ഇത്തവണത്തെ ചർച്ച. ഈ രണ്ട് തട്ടിലും ഏത് തട്ടിലായിരിക്കും ഒരു ജനങ്ങളുടെ വെയിറ്റേജ് അധികം പോയിട്ടുള്ളത് എന്നാ തോന്നുന്നേ? ആദ്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോട് തുടങ്ങാം. ഒന്ന്, പാലയിലെ നഗരസഭ പോയ കാര്യം പറഞ്ഞു. പക്ഷേ പാലാ മണ്ഡലത്തിൽ മൊത്തം വോട്ട് കണക്കിൽ LDF ആണ് മുന്നിൽ. ഏതാണ്ട് 2000 താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ LDF ആണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പോലുള്ള ജില്ലയിൽ UDF അനുകൂലമായ വേവുള്ള സമയത്താണ് പാലയിൽ ഏതാണ്ട് 2000 വോട്ടിനടുത്ത് ഭൂരിപക്ഷം LDF വരുന്നത്. രണ്ടാമത്തെ കാര്യം, നഗരസഭയിൽ ജയിച്ചത് 3 വാർഡുകളുടെ കാര്യം അറിയാം. ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ ഉൾപ്പെടെ 3 വാർഡുകളിലാണ് അങ്ങനെ തോറ്റത്. അത് ഒരെണ്ണം ടോസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരെണ്ണം 2 വോട്ടുകൾക്കാണ് തോക്കുന്നത്. രണ്ടാമത്തത് ഈ പറഞ്ഞ സഭകളുടെ FCR അടക്കമുള്ള വിഷയങ്ങൾ. എനിക്ക് തോന്നുന്നു ജോസ് കെ മാണിക്ക് എതിരായൊരു നിലപാട് കത്തോലിക്ക സഭ സ്വീകരിച്ചിട്ടില്ല. ജോസ് കെ മാണിക്ക് അനുകൂലമല്ലെങ്കിൽ പോലും ജോസ് കെ മാണിക്ക് എതിരാവുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഒരു ടാക്ടിക്കൽ നിലപാടാണ് കോട്ടയം ജില്ലയിൽ മൊത്തത്തിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സഭ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജോസ് കെ മാണിക്ക് അനുകൂലമായ നിലപാടാണ് സഭയുടെ എന്ന് തോന്നുന്നു. ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിളിന് അനുകൂലമായ നിലപാടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ കടുത്തുരുത്തി വരുമ്പോൾ അത് മോൻസ് ജോസഫിന് അനുകൂലമായിരിക്കും. തന്ത്രപരമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സഭ എന്തായാലും ജോസ് കെ മാണിക്ക് എതിരാവുന്ന ഒരു നിലപാടല്ല സഭ സ്വീകരിച്ചത്. LDF സർക്കാരും സഭയും തമ്മിലുണ്ടായിരുന്ന തർക്ക വിഷയങ്ങളിലും കമ്മിറ്റി ഇത് പുറത്തുവിടുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു പാലമായിട്ടും ജനമായിട്ട് നിന്ന് പ്രവർത്തിച്ചതും ജോസ് കെ മാണിയാണ്. അപ്പോൾ ജോസ് കെ മാണിക്ക് എതിരാവുന്ന നിലപാട് അവിടെ സഭ സ്വീകരിച്ചിട്ടില്ല. മൂന്നാമത്തത് കാര്യം, ഷോൺ ജോർജ് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകളുടെ കണക്കാണ് പറഞ്ഞത്. അതായത് ഈ 2016 ഏതാണ്ട് 24,869 വോട്ടൊക്കെ ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10,000 വരെ വോട്ടായി കുറഞ്ഞത്. മാണി സി കാപ്പൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഡിഫറൻസ് തന്നെയാണ് ഭൂരിപക്ഷം. ആ വോട്ടുകളിലൊരു 10,000 വോട്ട് ഷോൺ അധികം പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ വോട്ടുകൾ അവിടെ സിറ്റിംഗ് MLA ആയ മാണി സി കാപ്പന് ആയിരുന്നു. മൂന്നാമത്തെ കാര്യം വികസനം. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആ പറഞ്ഞ 10,000 വോട്ടെന്ന് പറയുമ്പോൾ ഈ 10,000 വോട്ട് പിടിക്കുക മാണി സി കാപ്പന്റെ വോട്ടും പിടിക്കും. അങ്ങനെ വരികയാണെങ്കിൽ പോലും മാണി സി കാപ്പൻ പറഞ്ഞ കണക്ക് പറഞ്ഞ ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ പോലും മാണി സി കാപ്പൻ പറഞ്ഞ കണക്ക് 6,000 താഴെ പോകില്ല. അങ്ങനെയാണെങ്കിൽ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്ക് ഈ നിയമസഭാ മണ്ഡലത്തിലെ അടിസ്ഥാനത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിലും LDF അവിടെ എഡ്ജ് ഉണ്ടായിരുന്നു. 2000 താഴെ വോട്ടുകളുടെ എഡ്ജ് വരുന്നത് 2000 താഴെ. അല്ല, ഇതിൽ വേറൊരു പ്രധാന ശ്രദ്ധേയമായ കാര്യം പൊളിറ്റിക്കലി ഞാൻ പറഞ്ഞാൽ ജോസ് കെ മാണി വിഭാഗം UDFിലേക്ക് പോകുന്നു എന്ന തരത്തിൽ വലിയ ചർച്ച ഉണ്ടാകുകയും ഏതാണ്ട് വക്കത്ത് വരെ വന്നിട്ട് തെന്നിപ്പോയൊരു അവസ്ഥയാണെന്ന് നമുക്കറിയാം. അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു ജോസ് കെ മാണി എന്നുള്ളത് ശ്രദ്ധേയമാണ്. UDFിനൊപ്പമായിരുന്നുവെങ്കിൽ ആണ് നല്ലത് എന്നുള്ളതൊരു നിലപാട് പോലും ജോസ് കെ മാണി സ്വീകരിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ ജോസ് കെ മാണി ആ ഒരു നിലപാട് സ്വീകരിച്ച് നിൽക്കുമ്പോഴാണ് പാർട്ടി ജാഥ ക്യാപ്റ്റനാക്കി മധ്യകേരളത്തിൽ അദ്ദേഹത്തെ അയച്ച് പ്രചാരണത്തിന് ഇറക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഒരു തരത്തിലും പോകാൻ മേലാത്ത സ്ഥിതിയായി ബാക്കിയുണ്ടായ സ്ഥിതി കേരള കോൺഗ്രസിലെ അണികൾ അല്ലേ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ അണികൾ ഇത്തവണ പൂർണ്ണമായും LDFിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് കണ്ടറിയേണ്ട വിഷയമാണ്, നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എനിക്കതിനകത്ത് പറയാനുള്ളത് കഴിഞ്ഞ തവണ തോൽക്കാനിടയായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM വോട്ടുകൾ പോയതാണ്. പക്ഷേ ഇത്തവണ CPM വോട്ട് അങ്ങനെ പോകാൻ സാധ്യതയില്ല. അതിലിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പോയി നടത്തിയ പ്രസ്താവന ആലോചിക്കുക. ഒന്ന്, പാറ പോലെ ഉറച്ചു നിന്ന ജോസ് കെ മാണി എന്നാണ് പറഞ്ഞത്. 2, KM മാണിയെ ഓർത്തുകൊണ്ട് വോട്ട് ചെയ്യണം April 9 എന്ന് കൂടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനം കൂടിയായിരുന്നു. അപ്പോൾ CPM വോട്ട് ഇത്തവണ പോകാൻ സാധ്യതയില്ല. ജോസ് കെ മാണി ഓർമ്മിപ്പിച്ചത് കൂടുതൽ കുഴപ്പത്തിൽ പോകും. പഴയ കാര്യങ്ങൾ ഓർത്താൽ വലിയ പ്രശ്നവും. കെ മാണി ഏതായാലും അവിടെ ഒരു വൈകാരികമായിട്ടുള്ള ഘടകം തന്നെയാണ് ഇപ്പോഴും. അവിടെയാണ് ഈ വികസനം ഫാക്ടർ ആവുക. അവിടെയാണ് ഇത് പറഞ്ഞ വികസനം ഫാക്ടർ ആവുക. മാണി സാറിന് വേണ്ടി 25 കോടിയുടെ അല്ലേ, പിന്നെ ഓർമ്മ സ്മാരക പദ്ധതിയൊക്കെ ഉണ്ട്. ഏതായാലും ഈ കോട്ടയം ലോക്സഭാ മണ്ഡലം ചാഴിക്കാടനിൽ നിന്ന് നഷ്ടപ്പെട്ടു. ലോക്സഭാ ഇത് ജോസ് കെ മാണിയുടെ പോകുന്നു. അതേപോലെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭരണസാരഥിയൊക്കെ പോകുന്നു. ഇതൊക്കെ കൂടെ പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വത്തിക്കാനിൽ ഇതൊന്നുമില്ലാതെ ഏതായാലും പിടിച്ചു നിൽക്കാൻ ജോസ് കെ മാണിക്ക് പറ്റില്ല. ആ ഒരു പാർട്ടിയുടെ അസ്തിത്വവും അടിസ്ഥാനവും തന്നെ പാലായിൽ നിന്ന് തുടങ്ങി പാലായെ ചുറ്റിപ്പറ്റി പാലായിൽ നിന്ന് പുറത്തേക്ക് വികസിക്കുന്നതായതുകൊണ്ട് ഈ പല ഘടകങ്ങൾ അതിലുണ്ട്. മത്സരം അവിടെ നടക്കുന്നുണ്ട്. മധ്യകേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നും അതാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. മുട്ടുംകെട്ടനും അടുത്തായിട്ട് പോകുന്നത് അടൂർ മണ്ഡലത്തിലേക്കാണ്. തുടക്കം മുതൽ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്ന സമയം മുതൽ തന്നെ വലിയ വിവാദങ്ങൾ തുടങ്ങി വെച്ചു. പ്രജി കണ്ണൻ്റെ പേരെങ്ങനെ പ്രജി കണ്ണനായി,
അതിനു മുമ്പുള്ള എം ജി കണ്ണൻ്റെ ഒരു പ്രഭാവത്തിലേക്ക് വരാനുള്ള ശ്രമമാണോ എന്നതൊക്കെ അടക്കമുള്ള, പിന്നെ ചിറ്റയം ഗോപകുമാറിൻ്റെ നോമിനിയാണ് പ്രജി, അതിനുശേഷം കല്ലേലി അപ്പൂപ്പൻ എന്ന് പറയുന്നുള്ളൊരു വിലാപം നമ്മൾ കേട്ടു. അങ്ങനെ പലവിധ നാടകങ്ങൾ കണ്ടിട്ടുള്ള ഒരു മണ്ഡലം. അഞ്ചും ചുവന്ന കഴിഞ്ഞ തവണത്തെ പത്തനംതിട്ടയെ ഇത്തവണ എങ്ങനെ മാറ്റിമറിക്കും UDF എന്നാണ്. അല്ലെങ്കിൽ പത്തനംതിട്ട പോലെയുള്ള മുഴുവൻ സീറ്റുകളും കഴിഞ്ഞ തന്നെ LDFന് കൊടുത്ത ഒരു സ്ഥലത്ത് എത്ര സീറ്റുകൾ UDF പിടിക്കും എന്നതൊക്കെ ഭരണമാറ്റത്തിൻ്റെയോ തുടർച്ചയുടെയോ ഇൻഡിക്കേറ്ററുകളാണ് ഡെഫിനറ്റ്ലി. അങ്ങനെ ഒരു സ്ഥലത്ത് അതിശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന സംവരണ മണ്ഡലം കൂടിയായിട്ടുള്ള അടൂരിൽ എന്ത് സംഭവിക്കും എന്നാണ് വോട്ടിങ്ങിന് ശേഷമുള്ള വിവാദങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇയാറിന് തോന്നുന്നത്. അടൂർ UDFനായിരിക്കാം കൂടുതൽ പ്രതീക്ഷ. UDF പ്രതീക്ഷ വയ്ക്കുന്നതാണ്. കാരണം ഇപ്പോൾ ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്ന ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. മാത്രമല്ല അടൂരിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറേ കാലം ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നടന്ന മണ്ഡലമാണ്. അതിനുശേഷം ഈ 2008 ഈ ഡീലിമിറ്റേഷന് ശേഷം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അത് ചിറ്റയം ഗോപകുമാർ അതേപോലെ തിരുവഞ്ചൂർ എങ്ങനെയാണോ കൊണ്ടുകിടന്നത് അതുപോലെ ചിറ്റയത്തിൻ്റെ കയ്യിലായിരുന്നു. ഇത്തവണ UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികൾ മാറുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കണക്കുകൾ, ഒപ്പം തന്നെ ഇപ്പോൾ പത്തനംതിട്ട പോലുള്ള തിരുവിതാംകൂർ ജില്ലകളിലെ സ്വഭാവമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ UDF ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലയിൽ എളുപ്പം അല്ലെങ്കിൽ അവർ ആദ്യം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാവും അടൂര്. മാത്രമല്ല UDF സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. LDFൻ്റെ സ്ഥാനാർത്ഥിയെ അത്ര കണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആ വിവാദമൊക്കെ അവർക്ക് ഗുണം ചെയ്തെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ വിവാദം കൊണ്ട് ആ സ്ഥാനാർത്ഥി എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ശക്തമായ മത്സരം നടക്കുന്ന സ്വഭാവം കൊണ്ട് അതൊരു ഇടതു സ്വഭാവമുള്ള മണ്ഡലമാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ പോലും ഈ മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളും ജയിച്ചിട്ടുണ്ട്. ഒരു നഗരസഭ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. പന്തളം പോലുള്ള നഗരസഭയിൽ വിജയിക്കാൻ കഴിഞ്ഞു. ഒപ്പം 2 പള്ളിക്കൽ, ഒപ്പം തന്നെ തുമ്പമൺ, കടമ്പനാട് തുടങ്ങിയ പഞ്ചായത്തുകളൊക്കെ തന്നെ അടൂരും തിരിച്ചു പിടിക്കായിരുന്നില്ലേ, വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടൂരിൻ്റെ കാര്യത്തിൽ അടൂരല്ല, അടൂർ UDF. അതെ. അപ്പോൾ അത്തരമൊരു വിജയം അവിടെ വേറെ ഉണ്ട്. അവിടെ പിന്നെ LDFും UDFും മുന്നോട്ട് വന്നു. അതെ 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 പന്തളം പഞ്ചായത്തിൽ. അതെ അതെ. അപ്പോൾ അത്തരത്തിൽ വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുമ്പോൾ ഉണ്ട്. എങ്കിൽ പോലും MLA നിലയ്ക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചിറ്റയം ഗോപകുമാർ 3 തവണ MLA ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും MLAയോട് ഉണ്ടാകുന്ന ഒരു ആൻറ്റി ഇൻകംബൻസി ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. അതൊക്കെ ഒരുപക്ഷെ എങ്ങനെ ജനവിധിയിൽ ബാധിക്കാം എന്നുള്ളത് നിർണായകമാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പ്രജി കണ്ണൻ്റെ ഒരു പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമായിരുന്നല്ലോ. അവർ പിന്നെ ഇതിനു മുമ്പ് കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ നെടുമ്പന ഡിവിഷനിൽ നിന്ന് 10,848 വോട്ടിന് ജയിച്ചിട്ട് ഒരു യുവരക്തം എന്നുള്ള രീതിയിൽ അവിടുത്തെ ഒരു സ്വാധീനശേഷിയുള്ള രണ്ടാം നിര നേതാക്കളോ യുവ നേതാക്കളിൽ പ്രമുഖയായിട്ട് നിൽക്കുന്ന സമയത്താണ് അവരെ ഇവിടേക്ക് അവതരിപ്പിക്കുന്നത്. അവരെ ഇവിടേക്ക് അവതരിപ്പിക്കുന്നതിൽ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വരെ എതിർപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിറ്റയം ഗോപകുമാറിൻ്റെ ഇയാൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 3 ടേമിലെ ഒരു ആൻറ്റി ഇൻകംബൻസി ഒരുപക്ഷെ അവിടെ ഉണ്ടാകും. പക്ഷേ അടിസ്ഥാനപരമായി അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ അടൂർ ഇടതുപക്ഷ മണ്ഡലം തന്നെയാണ്. ചിറ്റയകുമാർ 2011 പന്തളം സുധാകരനെ തോപ്പിക്കുന്നത് വെറും 607 വോട്ടിന് മാത്രമാണ്. 607 വോട്ടിന്. അത് കഴിഞ്ഞിട്ട് KK ഷാജുവിലേക്ക് 2016 വരുമ്പോൾ 25,460 ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനായി. പക്ഷേ MG കണ്ണൻ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ ആൾ വന്നപ്പോഴത്തേക്ക് അത് 2,919 കുറയ്ക്കാനും പറ്റി. ആൻറ്റി ഇൻകംബൻസിയൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പ്രജി കണ്ണൻ്റെ പേരിൻ്റെ കണ്ണൻ, അവരുടെ ഭർത്താവിൻ്റെ പേര് യു കണ്ണൻ എന്നാണ്. AYF സംസ്ഥാന സമിതി അംഗമാണ്. അതൊക്കെ കൂടി അങ്ങനെ പല വിവാദങ്ങൾ വന്നു. ഏറ്റവും അവസാനം കല്ലേലി അപ്പൂപ്പനിൽ വരെ അദ്ദേഹത്തിൽ നിന്ന് പൊട്ടിക്കരച്ചിലും ഒക്കെ നമ്മൾ കണ്ടു. സ്വാഭാവികമാണ് സംഭവിക്കാൻ പോകുന്നത്. അതൊരു പ്രത്യേകിച്ച് ഈ കല്ലേലി അപ്പൂപ്പൻ അവിടെ വലിയ സ്വാധീനശേഷിയാണ്. അതാണ് ആ അമ്പലം എന്ന് പറയുന്ന ഒരു വനത്തിനുള്ളിലുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ് ശാന്തകുമാർ. അദ്ദേഹം സിദ്ധനാർ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ വിഭാഗത്തിന് വലിയ തോതിൽ അവിടെ വോട്ട് ഉള്ള മേഖല കൂടിയാണ്. അത് വളരെ കൃത്യമായി സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് UDFൻ്റെ ഓരോ ഉറപ്പ്. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ MG കണ്ണൻ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 11,099 വോട്ടുകൾ അധികം കഴിഞ്ഞ തവണ നേടാൻ കഴിഞ്ഞു. അതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ 16-ലെ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ അത്രത്തോളം വോട്ടുകൾ കഴിഞ്ഞാണ് MG കണ്ണൻ കൂടുതൽ നേടി. അത് വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായത്. അത് ചിറ്റയം ഗോപകുമാറിനോട് തന്നെയാണ് അത്രയും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. MG കണ്ണൻ അദ്ദേഹം വലിയൊരു വൈകാരികമായ ഒരു ഫാക്ടറാണ് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായത്. അപ്രതീക്ഷിതമായൊരു വിയോഗമാണ് അവിടെ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും
കോൺഗ്രസ്സിന് കൂടുതൽ ഗുണകരമാകും. എം ജി കണ്ണൻ മത്സരിച്ച ഒരു സ്ഥലത്ത് മറ്റ് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടി വരുമ്പോൾ അയാളെ ജയിപ്പിക്കാൻ എല്ലാവിധ സർവ്വസന്നാഹങ്ങളും കോൺഗ്രസ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. കഴിഞ്ഞ ഈ പറഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1119 വോട്ടുകൾ മാത്രമാണ് അധികമായി LDF അവിടെ നേടാൻ കഴിഞ്ഞത്. 1119 വോട്ടുകൾ. BJPയുടെ വോട്ടും അവിടെ കുറഞ്ഞു. 8606 വോട്ടുകൾ 2016 തെരഞ്ഞെടുപ്പിൽ നിന്ന് കഴിഞ്ഞ തവണ BJPക്ക് അവിടെ കുറവുണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ UDF അവിടെ നല്ല രീതിയിൽ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞ തവണ സാധിച്ചിട്ടുണ്ട്. പക്ഷേ വിജയം ചിറ്റയം ഗോപകുമാറിനൊപ്പമായിരുന്നു. ചിറ്റയം ഗോപകുമാർ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഒരു നോമിനി എന്ന നിലയിലാണ് പ്രജി കണ്ണൻ വരുന്നത്. പ്രജി കണ്ണൻ വന്നപ്പോൾ മുതൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ അവിടെ ചില നാടകങ്ങൾ, പേരുമായി ബന്ധപ്പെട്ടുള്ള ചില നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് പിന്നീട് അത് അങ്ങനെയല്ല എന്നുള്ള തരത്തിലേക്ക് വരുന്നു. പക്ഷേ ചിറ്റയം ഗോപകുമാറിനോട് കഴിഞ്ഞ 15 വർഷമായി വലിയ തോതിലുള്ള എതിർപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് UDF കരുതുന്നത്. അത് നല്ല രീതിയിൽ വോട്ടായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നോമിനിയായി വന്ന പ്രജി കണ്ണൻ ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആ എതിർപ്പ് അവിടെ നിൽക്കുകയും ചെയ്യും. വോട്ട് അവർ നേടാൻ സാധ്യത കുറവാണ്. 3 ടൈം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന, വളരെ നാച്ചുറലായിട്ടുണ്ടാകുന്ന ആൻറ്റി ഇൻകംബൻസി ചിറ്റയം ഗോപകുമാറിനെതിരെ അവിടെയുണ്ട്. ഞങ്ങളുടെ മണ്ഡലത്തിന് അപ്പുറത്തെ മണ്ഡലം കേട്ടോ, ഞാൻ ചെങ്ങന്നൂർ മണ്ഡലം. പക്ഷേ ഈ പറയുന്ന പോലെ അതോടത്തെ ഒരു മെയിൻ ഡിസൈഡിങ് ഫാക്ടറാണെന്ന് മാറി നോക്കുമ്പോഴും നാടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു സ്ഥലം എന്നുള്ള ഒരു പരിഗണനയിൽ നോക്കുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ചിറ്റയം ഗോപകുമാർ ഒരു 15 കൊല്ലം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാൾക്കെതിരെ സ്വാഭാവികമായിട്ടും ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ കെ മാണിയോ ഒക്കെ ആയിരിക്കണം. അത്തരത്തിലൊരു കാര്യം അവിടെ ഉണ്ടെങ്കിലും ഇതിനെ മറിച്ചിടാൻ പാകത്തിനുള്ള ഒരു ഫാക്ടർ അല്ല എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ 24 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആൻ്റണി, തോമസ് ഐസക്ക്, അനിൽ ആൻ്റണി ഈ 3 പേരുമായിരുന്നല്ലോ ഈ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശത്തെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അവിടെ തോമസ് ഐസക്ക് തോറ്റുപോയെങ്കിലും തോമസ് ഐസക്കിന് വോട്ടിംഗ് 34.67, അതായത് ആൻ്റണി മൊത്തം വീശിയടിച്ചിട്ട് ഒരു UDF ട്രെൻഡ് നിൽക്കുന്ന സമയത്തും 2% വോട്ട് ഡിഫറൻസാണുള്ളത്. അവിടെ അനിൽ ആൻ്റണി വന്നിട്ട് വലിയ ഓളം വെച്ചിട്ട് 27% വോട്ട് പിടിച്ചു. ആ 27% വോട്ട് നിലനിർത്താനാവും എന്നെനിക്ക് തോന്നുന്നില്ല ഇത്തവണ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ പ്രജി കണ്ണൻ വിജയിക്കാനുള്ള സാധ്യതയാണ് എനിക്ക് ആ ഭാഗത്ത് തോന്നുന്നത്. മറ്റൊരു കാര്യം, ഒരു യുവ നേതാവ് എന്നുള്ള നിലയിൽ അവർക്കൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. MG കണ്ണൻ്റെ പേരൊക്കെ ഇതിലേക്ക് വലിച്ചിഴച്ചത് MG കണ്ണനോട് ആ സമയത്ത് ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെയും കടത്തിൻ്റെയും ഒക്കെ കാലത്ത് ആ സംഘടന കാണിച്ച നീതികേട് കൂടി ഓർമ്മിപ്പിക്കപ്പെടാനും തിരിച്ചടിയാവാനുമേ സാധ്യതയുള്ളൂ എന്നാണ് LDF ക്യാമ്പിൽ നിന്നുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അത് MG കണ്ണൻ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അവിടെ ഒരു പ്രചാരണ വിഷയവും ഒരു സജീവ സാന്നിധ്യവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ശാന്തകുമാറിനെതിരെ അവിടെ ലഘുലേഖ ഇറക്കിയത് വലിയ ചർച്ചയായിരുന്നു. അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയാണെന്നൊക്കെ പറഞ്ഞ് ആ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നോ ആ ദിവസങ്ങളിൽ വളരെ മൗനമായി കൊണ്ട് LDF വളരെ പലയിടങ്ങളിൽ നമ്മൾ സ്ഥാപിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹം വൈകാരികമായാണെന്ന് പ്രതികരിക്കുന്നത് കണ്ടത്. നമ്മൾ ആ ദിവസങ്ങളിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി. ഇത് ഞാൻ അങ്ങനെയല്ല, മുമ്പ് പെട്ടിട്ടുണ്ടായിരുന്നായിരിക്കും, പക്ഷേ അത് കോടതി വളരെ കൃത്യമായി ആ കേസ് വെറുതെ വിട്ട ആളാണ്. പക്ഷേ വീണ്ടും അത് ചർച്ചയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് അദ്ദേഹത്തിന് കൂടുതൽ ഗുണകരമാകും എന്നുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഈ കണക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ മൊത്തം കണക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ 5 മണ്ഡലങ്ങളും UDF ആണല്ലോ ലീഡ് ചെയ്തത്. അതിൽ തന്നെ ഏറ്റവും കുറവ് തദ്ദേശത്തിൽ ലീഡ് ചെയ്ത മണ്ഡലം കൂടിയാണ് ഈ പറയുന്ന അടൂർ മണ്ഡലം. 618 മാത്രമാണ് അവിടെ UDFൻ്റെ ലീഡ് എന്ന് പറയുന്നത്. അതായത് നേരിയ മാർജിനിൽ മാത്രമാണ് UDF അവിടെ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ UDF അവിടെ ജയിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അവിടെ ഒരു മത്സരം, ബലാബലം മത്സരം 4 പഞ്ചായത്തുകൾ UDF-നൊപ്പമാണ്. ഒറ്റ കാര്യം, ഇപ്പോൾ അടൂരിൽ നിന്ന് പുറത്തേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തർക്കമണ്ഡലങ്ങളിൽ ഒന്നായിട്ട് പത്തനംതിട്ട മാറുന്നത്, അല്ലെങ്കിൽ തർക്കമണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലമായിട്ട് പത്തനംതിട്ട ജില്ല മാറുന്നത് കഴിഞ്ഞ തവണത്തെ അവിടുത്തെ ചുക എല്ലാ മണ്ഡലങ്ങളും ചുവന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരു മൊത്തത്തിൽ പത്തനംതിട്ടയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഇയാളിന് തോന്നുന്നത് ഇത് മാറ്റി നിർത്തിയാൽ? പത്തനംതിട്ട എനിക്ക് തോന്നുന്നു എങ്ങോട്ട് വേണമെങ്കിൽ മറിയാൻ സാധ്യതയുണ്ട്. ആർക്ക് വേണമെങ്കിൽ ജയിക്കാവുന്ന ബലാബലം എന്ന് വേണമെങ്കിൽ 4-1 UDF ജയിക്കാം, അല്ലെങ്കിൽ 4-1 വേണമെങ്കിൽ LDF ജയിക്കാനുള്ള സാധ്യത പോലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ആറന്മുളയായാലും കോന്നിയായാലും റാന്നിയായാലൊക്കെ നമുക്ക് ഒരു ബലാബലം തന്നെയാണ് നിൽക്കുന്നത്. അവിടെ ആര് ജയിക്കും നമുക്ക് പ്രവചിക്കുക അസാധ്യമാണ്. 2 പാർട്ടികളും, പ്രത്യേകിച്ച് ഇപ്പോൾ ആറന്മുളയൊക്കെ നോക്കുകയാണെങ്കിൽ വീണ ജോർജ് ഏതാണ്ട് വലിയ കോൺഫിഡൻ്റ് ആണ് അവർ.
പക്ഷേ UDFും അബിൻ വർക്ക് ഇതുപോലെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അവരുടെ മണ്ഡലം തിരിച്ചുള്ള മണ്ഡലം കമ്മിറ്റികളുടെ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 10,000-നടുത്ത് ഭൂരിപക്ഷമൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ല എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് അധികാരം നിർണായകമാവും. UDF ഉറപ്പായിട്ടും 5 മണ്ഡലങ്ങളുള്ളെങ്കിൽ പോലും ആ ജില്ല കഴിഞ്ഞ തവണ 5 സീറ്റ് ഇൻഡിക്കേറ്ററാണ്. അതെ LDFിനൊപ്പമായിരുന്നു. അതിനു മുമ്പ് 4 സീറ്റുകൾ ഏതാണ്ട് LDFിനൊപ്പമായിരുന്നു. അപ്പോൾ ഇത്തവണ തീർച്ചയായിട്ടും UDFിൻ്റെ ഭരണം നിശ്ചയിക്കുന്നത് LDFിനേക്കാൾ ഉപരിയായി UDF ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായകമായിരിക്കും പത്തനംതിട്ട ജില്ല. ഇടതുപക്ഷം കണക്കൂട്ടി വെച്ചിരിക്കുന്ന 75-76 സീറ്റിൽ എന്തായാലും പത്തനംതിട്ടയിലെ ഒരു 2-3 സീറ്റെങ്കിലും ഉണ്ടാവും. അപ്പുറത്ത് വലിയ കോൺഫിഡൻസിൽ UDF നിൽക്കുന്നത് 80-ലേക്കോ 85-ലേക്കോ ഒക്കെ എത്തുമെന്ന് പറഞ്ഞാൽ അതിൽ 5 ഉണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ഇയാൾ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ ഇൻഡിക്കേറ്ററാണ് പത്തനംതിട്ട എങ്ങനെ നിൽക്കും ഏകദേശം രാഷ്ട്രീയ ഇൻഡിക്കേറ്റർ ആകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് നേരത്തെ മുതൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. 100 സീറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ 5ഉം പത്തനംതിട്ട UDFിനൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. അതിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാം, അതായത് നമ്മൾ അങ്ങനെ കണ്ണടച്ച് പറയുന്നതല്ല. പക്ഷേ പത്തനംതിട്ടയിൽ ഭൂരിഭാഗം സീറ്റുകളും ഒരുപക്ഷേ ഈ 4 സീറ്റുകൾ വരെ അവിടെ UDFിന് നേടാമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അവരും കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കുമെന്നാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം അടക്കമുള്ള മധ്യകേരളത്തിലെ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചാലേ UDFിന് ഈ പറയുന്ന കണക്കിലേക്ക് എത്താൻ കഴിയുള്ളൂ. സ്വാഭാവികമായും 4 സീറ്റ് വരെ പത്തനംതിട്ടയിൽ UDFിന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. 4 സീറ്റ് വരെ. ഏതായാലും കണക്കുകൂട്ടലുകളും കൂട്ടിക്കിഴിക്കലുകളും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനി മണിക്കൂറുകൾ എണ്ണി നമ്മൾ കാത്തിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ സിനിമയിൽ പറഞ്ഞ പോലെ ഹരിച്ചും കുടിച്ചും ഒക്കെ നോക്കിയാലും പിന്നീട് ഒന്നുകൂടി ഹരിച്ചും കുടിച്ചും ഒക്കെ നോക്കുന്നത് നല്ലതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. കുറച്ച് മണിക്കൂറുകൾ കൂടിയുള്ളൂ, 2 ദിവസം കൂടിയേ ഉള്ളൂ. എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ഉദ്വേഗം വോട്ടും കെട്ടനും സ്വാഭാവികമായിട്ടും ഉണ്ട്. ഏതായാലും ഇന്നത്തെ ഈ അടൂരിനെ കുറിച്ച് അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താ? പാലായും അടൂരും തന്നെ. പാലായും അടൂരും UDF എന്നാണ് ER രാഗേഷ് പറയുന്നത്. പാല എന്തായാലും സാധ്യതയുണ്ട്. അപ്പുറത്തും ഒരു നേരിയ എഡ്ജെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? പാലയിൽ അല്ല, അടൂര് പക്ഷേ എനിക്ക് തോന്നുന്നു UDFിലേക്ക് അറിയാനുള്ള സാധ്യതയാണ് ഏറിയ പങ്കുള്ളത്. ഏതായാലും പ്രവചനാതീതമാണ് രണ്ടിടത്തെയും കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒട്ടുംകെട്ടനും ഈ ഭാഗം ഇന്നിവിടെ അവസാനിക്കുകയാണ്.